ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ഉണ്ടാ? ഇതാരെ? ഞാൻ എടുത്തു. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതാ നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ലോഗിലുള്ളത്. അങ്ങനെ ഇന്നതാ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാനിതാ ഒരു 6 മണിക്ക് എണീറ്റോ, പിന്നെ ഒരു 6:30 ആയപ്പോൾ ഇതാ കിച്ചണിലെത്തിട്ടോ. അത്ത പാടുന്നെന്താ ഉമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കട്ടൻ ചായയും പിന്നെ മിച്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് കഴിക്കുന്നതാണ്. അങ്ങനെ ചായ കുടിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പൊട്ടറ്റോ ഫ്രൈ ആക്കുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് ചോറ് വെച്ചിക്കണ്. പിന്നെ ഉമ്മ അപ്പുറത്ത് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കടിയിൽ നിന്ന് ഇപ്പോൾ ദോശയാണ്, ദോശക്ക് മാവൊക്കെ ആക്കുന്നതാണ്. അങ്ങനെ ഓരോരോ തിരക്കാണ് കേട്ടോ ഈ ഒരു ടൈമിൽ കിച്ചണിൽ. അങ്ങനെ ഇതിനിടയ്ക്ക് പിന്നെ കുട്ടികളൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഇതാ കുളിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് അങ്ങനെ താഴേക്ക് വന്നേടാ. ഇനിയിപ്പോൾ ഇരുന്നത് ചായയൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ. ഞാനിത് രണ്ടാക്കും അങ്ങനെ വാരി കൊടുക്കുന്നതാണ്. അങ്ങനെ മാറ്റി ഒരുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബസ് വരാനുള്ള ടൈമായപ്പോൾ രണ്ടാളിത് താഴേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ ഇപ്പോൾ ബസ്സാണെങ്കിൽ ഇതാ ഗേറ്റിൻ്റെ ഇവിടെ തന്നെ കയറാൻ കഴിയും കേട്ടോ. തെയ്യാലങ്ങൾക്ക് അങ്ങനെ പോകുന്നതുകൊണ്ട് അവിടെ നിന്നും കുറച്ച് കുട്ടികളുണ്ട്. അപ്പം നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇതാ ഗേറ്റിൻ്റെ അവിടെ തന്നെ കയറാൻ പറ്റും. മറ്റേത് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് കയറലായിരുന്നു കേട്ടോ. പമ്പിൻ്റെ അവിടേക്കും അധിക ദൂരമൊന്നുമില്ല. എന്തായാലും തെന്നലിന് പോകുന്നതിനേക്കാളും സുഖമാണ് കേട്ടോ അവർക്ക് ഇവിടെ നിന്നാകുമ്പോൾ ബസ് കയറാൻ. തെന്നലിലാകുമ്പോൾ കുറച്ച് നടന്നിട്ട് അങ്ങനെ സ്റ്റോപ്പൊക്കെ പോകണമല്ലോ. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെയില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ വന്നിട്ട് ചായടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പരിപാടി നോക്കുന്നതാണ് കേട്ടോ. ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കിതാ ബിരിയാണിയാണ് കേട്ടോ, ചെമ്മീൻ ബിരിയാണിയാണ്. ഞാനിത് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നതാണ്. പിന്നെ ഉമ്മാണെങ്കിൽ ഇതാ ചെമ്മീനൊക്കെ മുറിച്ചിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനൊക്കെ പൊളിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഇതാ സോയ എണീറ്റ് വന്നു. തിന്നുണ്ടാ പൂച്ച തിന്നണുണ്ടോ ചെമ്മീൻ്റെ തോട്? നോയ മാമ തിന്നണേ. നോയ മാമ തിന്നണേ എന്നാ. ചായ കുടിച്ച് ഉറക്ക് ശരിയായിട്ടില്ല. ഇത്രയും നേരം ഉറങ്ങി എണീറ്റിട്ട് എനിക്ക് ശരിയായിട്ടില്ല. 10 മണിയായി. അല്ല കുട്ടികൾ ഇതൊക്കെ അവിടെ ഉണ്ട്, ബോബുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടാണല്ലോ ഇതാ ആൾക്ക് ചായക്ക് കൊടുത്തു കഴിഞ്ഞാണ്. അങ്ങനെ ചാടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം മുറ്റത്ത് നിന്നിട്ട് അങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ കൂടെ കളിക്കാനായിട്ട് ഇതാ എളാപ്പാൻ്റെ പേരക്കുട്ടി വന്നേണ്. അങ്ങനെ രണ്ടാളും കൂടി അത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാ, ഒരു ഉമ്മ എടുത്തോക്കെ. കൊടുത്താളെ കൊടുത്താളെ. സൂപ്പർ. ഇതാരാണ് അയിമിയ? ഇതാരെ? അതാരാണ്? ഇതാരാണ്? എന്ത്? സോയ. ഇതാരാണ് സോയ? ഇതാരാ? അമ്മിയ? അയിമി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇപ്പോൾ കളിച്ചോ. ഇനിയിപ്പോൾ ഞാനിത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഇതാ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു. മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇതാ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്.
അങ്ങനെ നല്ല തിക്കായിട്ടുള്ള സ്പൈസി മസാലയൊക്കെ റെഡി ആയിക്കണ്. ഇനി അതിലേക്ക് ഇതാ ചെമ്മീൻ പൊരിച്ചതും കൂടി ഇത് ഇട്ട് കൊടുത്തിക്കണ്. അങ്ങനെ മസാലയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ദമ്മിടൽ പരിപാടിയാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ റൈസൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിടാനായിട്ട് ഇതാ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിരുന്നു. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ഇതാ ബിരിയാണീൻ്റെ മുകൾക്കായിട്ട് ദമ്മിട്ടതിന് ശേഷമായിട്ട് ഒന്നൊരു ഡെക്കറേഷനുമാണ് ടേസ്റ്റും ആണല്ലോ, അങ്ങനെ കുറച്ചത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞാൻ നേരെ പോയി കുളിക്കാനൊക്കെ പോയിരുന്ന. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ട് ഇനിയിപ്പോൾ ഇതാ അടുത്ത പരിപാടി നേരെ പോയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതാ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതാ താഴേക്ക് പോകുന്നതാണ് കേട്ടോ. എനിക്ക് മാമു മാണ്ടേ എവിടെ ഇരിക്കേ? ഇരിക്കാൻ പറ്റുന്നില്ലേ? നെജിരിക്കണ്ട, എനിക്ക് മാമു മാണ്ട, എനിക്ക് വേണ്ട. ഏത് കൈ കൊണ്ട് തിന്നല്ലേന്ന്? ഇതുകൊണ്ട് തിന്ന്, ഈ കൈ കൊണ്ട് തിന്ന്. ആ സാരല്ലേ, പൂമ്പ് വേദന ആവല്ലോ. ഉമ്മി വാരി തെറ്റുന്നാല് എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. ചെമ്മീൻ തിന്നോക്കാം. ഇത് നോക്കാം, ഇത് തിന്നോക്ക്. എരില്ല, തിന്നോക്ക്. ഇല്ല ഇനി വാരിത്തരാം, അപ്പോൾ ബോബു ആവില്ല. എന്താണേ ഉറങ്ങണാ? ഒക്കെ വരുന്നുണ്ടാ? ഉറങ്ങണം. ഊഞ്ഞാലടിക്ക? അങ്ങനെ ഊഞ്ഞാലാടല്? അങ്ങനെ സോയതാ തൊട്ടിയിൽ കുറച്ച് നേരത്തെ കളിക്ക് ശേഷം ആളങ്ങനെ കിടന്ന് ഉറങ്ങിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഉറങ്ങും. പിന്നെ ഞാനും ഇതാ കുറച്ച് നേരം കിടക്കുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്നവരെ അങ്ങനെ കിടക്കലുണ്ട്. പിന്നെ അവർ വന്ന് വിളിക്കുമ്പോഴാണ് കേട്ടോ എണീക്കലുള്ളത് തന്നെ. പോയി കുളിക്കാൻ പോ പപ്പൂസ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞെത്തിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുളിപ്പിക്കാനൊക്കെ പറഞ്ഞേക്കുന്ന ഒരു തിരക്കാണ്. പിന്നെ കുളി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ താഴേക്ക് പോകുന്നതാണ് ഒരിക്കൽ ഫുഡൊക്കെ കൊടുക്കാനായിട്ട്. ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് ഇതാ ബിരിയാണി കണ്ടോ വൈകുന്നേരം വന്നാൽ കഴിക്കുന്നത്. അങ്ങനെ സ്പെഷ്യലൊക്കെ ആക്കുന്ന ദിവസം പിന്നെ അതന്നെയാണ് കഴിക്കലുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കില്ല കേട്ടോ. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. വൈകുന്നേരം വന്നാൽ ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര മടിയാണ് ചോറിൻ്റെ കാര്യത്തിൽ. അങ്ങനെ വൈകുന്നേരം ഇതാ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചായ, പിന്നെ ബേക്കറിയോ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കണ്ടു കഴിക്കൽ. കൂടുതലിഷ്ടം അങ്ങനത്തെ ഐറ്റംസിനോട് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കണ്. പിന്നെ ഉമ്മാണല്ലോ ഇതാ കലത്തപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിക്കുള്ളത് ബാറ്ററൊക്കെ ആയിട്ട് അരച്ച് വെച്ചിരിക്കണ്. പിന്നെ ഞാനിത് അപ്പുറത്ത് തേങ്ങാക്കൊത്തും അതുപോലെ കരിഞ്ചീരകമൊക്കെ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നെയ്യിലൊക്കെ വറുത്താണ്ട്. പിന്നെ ഇതിക്കിതാ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കൊടുത്തിങ്ങനെ. അങ്ങനെ ഇവിടെ ബാറ്റർ ഇതാ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിക്കിന്. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും അതുപോലെ കരിഞ്ചീരകമൊക്കെ ഇതാ വറുത്തിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കലത്തപ്പൊക്കെ ഓരോന്നും അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന കലത്തപ്പം ഇതാ ഭയങ്കര വലിയ സൈസൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഓട്ടടൻ്റെ ഒക്കെ ആ ഒരു അപ്പത്തിൻ്റെ ഒക്കെ സൈസ്, ചെറിയൊരു അപ്പത്തിൻ്റെ സൈസേ വരുന്നുള്ളൂ. അങ്ങനെ ചുട്ടെടുത്ത പാടുന്നതാ എല്ലാവരും ടേസ്റ്റൊക്കെ നോക്കി വയ്ക്കുന്നു കേട്ടോ. ഒന്നെടുത്തിട്ട് ഇതാ പിച്ചി എടുത്തിക്കണ്. നല്ലോണം ഇത് ആരെടുത്തിന് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉമ്മാണിൽ കുക്കറിലും എല്ലാവരും ഉണ്ടാക്കൽ. ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇതാ ഇൻഡാലി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 കൈലോളം ഒഴിച്ചിട്ട് അടച്ചിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കലാണ് കേട്ടോ. പിന്നെ തിരിച്ചിട്ടും അതേപോലെ തന്നെ വെക്കലാണ്. അങ്ങനെ ഇതാ കലത്തപ്പൊക്കെ അവിടെ അങ്ങനെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഇതാ മുകൾക്ക് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ വാങ്ങൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇതാ നിസ്കരിക്കാൻ നിൽക്കുന്നതാണ്. പിന്നെ കുട്ടികളാണെങ്കിൽ ഇതാ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പഠിക്കാനൊക്കെ ഇരുന്നിങ്ങനെ കേട്ടോ.
ഫസ്റ്റ് മിഡ് ടേം എക്സാമാണ് ഇപ്പോൾ അവർക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പഠിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ടൈം ഇതാ കുറച്ച് നേരം അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതിനിടയ്ക്ക് പിന്നെ കളിയും ഒക്കെ ഉണ്ട്. അത് കണ്ടില്ല, ബോളൊക്കെ ഏറ്റ് ഇരിക്കലും. സോയ വന്നാൽ തന്നെ അവർക്ക് പിന്നെ ഫുൾ കളിയാണ് കേട്ടോ. സോയനായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോയനായിട്ട് അങ്ങനെ കളിപ്പിച്ചിരിക്കലും തന്നെയാണ് പണി. ഞാനിങ്ങനെ ഫുള്ള് റൂമിലിരുന്നാൽ കുറച്ച് നേരം എന്നെ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അതാണിപ്പോൾ അവസ്ഥ. പിന്നെ ഞാനിതാ ഏതായാലും പഠിക്കാനൊക്കെ നിർത്തിയിട്ട് പിന്നെ വീണ്ടും ഇതാ താഴേക്ക് പോയിട്ടോ. താഴേക്ക് പോയി നോക്കിയത് ഇതാ ചായ അടിക്കാനായിട്ടായിരുന്നു. കുട്ടികൾ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ഇതാ കലത്തപ്പൊക്കെ അതിന് ശേഷം ഇതാ ഞാനും സോയും കൂടി ഇതാ ചായ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോയ്ക്കാണെങ്കിൽ ഇതാ പായൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. എനിക്കത് കൊടുക്കും ചെയ്യാം. ഞാൻ പിന്നെ ഇതാ ഒരു ടൈമിൽ ചായയും കുടിക്കുന്നതാണ്. അങ്ങനെ ചായയും കലത്തപ്പൊക്കെ കുടിച്ചു. നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന് സോയ്ക്ക് ഇതാ പഴവും ഇതൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. പഴവും പാലൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മുകൾക്കും അങ്ങനെ പോയിട്ടോ. കുട്ടികളെ പഠിപ്പിക്കലും ഇതൊക്കെ ആയിട്ട് എക്സാമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഥാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടൈമിൽ വിശേഷങ്ങൾ. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ. നമ്മളുടെ ഒരു സിമ്പിൾ ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലും ഇല്ലാത്തൊരു ഡേ ആണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ കണ്ടത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു. പിന്നെ ഇതുപോലത്തെ വ്ളോഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലെങ്കിലും പറയണം കേട്ടോ. വ്ളോഗ് ഇങ്ങനത്തെ ടൈപ്പ് കണ്ടൻറ്റാണ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ കാണാം. വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. എടുക്കണ്ട.